പുതുമയാർന്ന സംരംഭങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ഗ്രാന്റ് അനുവദിക്കുമെന്ന് ഡോക്ടർ കെ.പി. സുധീർ. പഴം, പച്ചക്കറി മേഖലയിലെ ഭക്ഷ്യോൽപ്പന്ന സംസ്കരണ സംരംഭകത്വ സാധ്യതകൾ സംബന്ധിച്ച് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സംരംഭകത്വ അറിവരങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് നൂതനമായ ആശയങ്ങൾ മുൻനിർത്തിയുള്ള നവസംരംഭങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ സമ്മാനത്തുകയെന്ന വിധം ഗ്രാന്റ് അനുവദിക്കുമെന്ന് കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചറൽ ഇൻക്യുബേഷൻ മേധാവി ഡോക്ടർ കെ.പി. സുരേഷ് അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളായിരിക്കുന്ന നൂതന സംരംഭകർക്ക് ആരംഭഘട്ടത്തിൽ തന്നെ 5 ലക്ഷം രൂപ അനുവദിക്കുന്നതായും ഇതിനോടകം 14 കോടിയോളം തുകയുടെ ഗ്രാന്റ് റിലീസ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. കുറച്ചധികം മെഷീൻസ് വേണം അല്ലെ, വീട്ടിൽ ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ 5 ലക്ഷത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു മിക്സി ഒക്കെ ഇട്ട് വീട്ടിൽ നമ്മുടെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൗഡർ ചെയ്യാനുള്ള പൾവറൈസർ വേണം, ഉണക്കാനുള്ള ഡ്രയർ വേണം. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഹോമജനൈസർ വേണം. അപ്പൊ ഇതിനൊക്കെ ഒരു 2.5 ലക്ഷം 3 ലക്ഷം, ഒരു ഡ്രയർ ആണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയൊക്കെ വരും. അപ്പൊ അത്തരം ഒരു ചെറിയ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിലാണ് 25 ലക്ഷം രൂപ ഗ്രാന്റ് കിട്ടുന്നത്. അപ്പൊ ഒരു പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ 5 ലക്ഷം രൂപയും ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത പ്രോജക്റ്റിനെ നമ്മൾ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി 25 ലാക്സ് ഗ്രാന്റ്. അപ്പോൾ അത് അടുത്ത വർഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ വർഷം അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴേ ആ ഇൻഡസ്ട്രി തുടങ്ങാം. ഇൻഡസ്ട്രി നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങണമെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് സബ്സിഡി ഉണ്ട്, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ലോൺ ഉണ്ട്. ഇതെല്ലാം വഴി നമുക്ക് ആ ഇൻഡസ്ട്രി തുടങ്ങുന്നു. അടുത്ത വർഷം നിങ്ങൾ 25 ലക്ഷത്തിന് ഗ്രാന്റിനും അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ 25 ലക്ഷം കൂടി കിട്ടും. പഴം, പച്ചക്കറി മേഖലയിലെ ഭക്ഷ്യോൽപ്പന്ന സംസ്കരണ സംരംഭകത്വ സാധ്യതകൾ സംബന്ധിച്ച് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സംരംഭകത്വ അറിവരങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാലാ അരുണാപുരം അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ മുൻ ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അധ്യക്ഷത വഹിച്ചു. PSWS ഡയറക്ടർ ഫാദർ ജോസഫ് വാട്ടപ്പള്ളിൽ അറിവരങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ, പ്രൊജക്ട് മാനേജർ ഡാൻഡിസ് കൂനനാനിക്കൽ, പ്രൊജക്ട് ഓഫീസർ PV ജോർജ് പുരീടം, അക്കൗണ്ട് ഓഫീസർ ഷീബ ബെന്നി, ഗ്രീൻ മാള FPOയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തോമസ് പോൾ, പാലാ സാന്തോം FPOയുടെ ചെയർമാൻ CB കണിയാമ്പടി, പാലാ അഗ്രിമ കാർഷിക മാർക്കറ്റ് മാനേജർ ടോണി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. i4A ന്യൂസ്, പാലാ.